ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് കാര്യമായിട്ട് പണിയൊന്നുണ്ടാവില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 3.4 കൊടുക്കാം. 3.4 കൊടുക്കാം. 2016 മോഡൽ റിഡ്സ് കാറാണ്. 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. 2.30 ചോദിക്കുന്നത്. 10 ലിറ്റർ പെട്രോൾ, 10 ലിറ്റർ എണ്ണ തരുന്നുണ്ട്. വേഗം വന്നോട്ടാ. ഇനിയിപ്പോ എവിടുന്നാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാനും പറ്റൂട്ടാ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 78 ഓട്ടോ ഉള്ളൂ. 78 ഓട്ടോ ഉള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. LXI ആണ്. ഓക്കെ. പിന്നെ നമ്മൾ അങ്ങനത്തെ റേറ്റിനാണ് കൊടുക്കുന്നത്. എത്ര ചോദ്യം? നമുക്കൊരു 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. 2000 ഓഫറാണ്. ഓഫർ കൊടുക്കാനല്ലേ? ഓഫറിന്. കാരണം 2013 വണ്ടി ശരിക്കും LXI ഒക്കെ എന്ന് പറഞ്ഞാൽ 2.65 2.45 ഒക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ. അപ്പൊ 2.10 ചോദിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളിട്ടാ. 2013 മോഡലാണ് LXI. ഫൈനലാട്ടാ. ഇതിലൊന്നും കുറക്കില്ല. ഓക്കെ. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില്ലറ പൈസക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ തപ്പി നടക്കുന്ന ജനപ്രിയ വണ്ടിയായ വാഗനർ, അതുപോലെ തന്നെ റിഡ്സ് കാർ, സ്വിഫ്റ്റ് കാർ, ഒരുപാട് ചെറുവണ്ടികൾ, ആൾട്ടോ 800, ആൾട്ടോ കാർ, സെന്ന്, പഴയ മോഡൽ വണ്ടികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഒക്കെ ചെറിയ പൈസക്കാണ് ഇവിടെ വണ്ടി കിട്ടുക. ഇത് വെറുതെ പറയുന്നതല്ല, നല്ല വണ്ടികളാണ്, നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഞാൻ ഇന്നുള്ളത് വെന്നൂർ കാർ വേൾഡിലാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെന്നൂർ ടൗണിൽ നിന്ന് തെയ്യാല റോട്ടിൽ വരുമ്പോൾ ഒരു കപ്രാട് എന്ന് പറയുന്ന സ്ഥലമാണ്. പ്ലേസ് വരുന്നത് കപ്രാടാണ്. ഏകദേശം വെന്നൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടാവും ഇവിടത്തേക്ക്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ NH മെയിൻ റോഡിൽ നിന്ന് ഏകദേശം കക്കാട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലമാണ് വെന്നൂർ. അതേപോലെ തന്നെ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കോയിച്ചന കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലമാണ് വെന്നൂർ. ഓക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് സലാം ഖാൻ, ഇവിടുത്തെ ഓണറാണ്. എന്തൊക്കെയുണ്ട് സലാം ഖാൻ? സുഖല്ലേ? ഇവിടെ മാക്സിമം എത്ര വണ്ടികളുണ്ട് സ്റ്റോക്ക്? ഇപ്പൊ സ്റ്റോക്ക് ഇവിടെ 28 വണ്ടി ഉണ്ട്. 28 വണ്ടി ഉണ്ട് അല്ലേ? ഏകദേശം എത്ര സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ 70 തുടങ്ങും. 70 തുടങ്ങും. 70 അതേമാതിരി ₹1. അതെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഏതൊരാൾക്കും കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയ പൈസന്റെ വണ്ടികളാണ് ഇവിടെ കൂടുതലും കിട്ടുക. മോഡൽ കൂടിയ വണ്ടികളുണ്ട്, പക്ഷെ കൂടുതലും നമ്മുടെ ലോ ബഡ്ജറ്റിന് ആശ്രയിക്കുന്ന ആൾക്ക് പറ്റിയ ഒരു യാർഡാണ് ഇത്. പിന്നെ മോഡൽ കൂടിയ വണ്ടികൾ കാണിച്ചു കൊടുക്കാം. പിന്നെ എന്റെ ചാനൽ കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫർ നിങ്ങൾ കൊടുക്കും? നമുക്ക് ഒരു 10 ലിറ്റർ എണ്ണ അടിച്ചു കൊടുക്കാം. അതല്ലാതെ രണ്ടും 10 ലിറ്റർ. ഓക്കെ. ഓഫർ ഉണ്ട് കേട്ടോ. ഒരു 10 ലിറ്റർ എണ്ണ അടിച്ചു തരും. അയ്യോ പെട്രോൾ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇത് വില പറയുന്നത് ഏറ്റവും ഫൈനൽ വിലയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഓഫർ നമ്മൾ കൊടുക്കുന്നത്. അതെ. ഇനി പിന്നെ ബാർഗനിങ്ങും അങ്ങനത്തെ പ്രൈസ് നമ്മൾ പറഞ്ഞോളൂ. അതെ. ചില്ലറ പൈസന്റെ വണ്ടികളാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇതിന് കൂടുതലൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പൊ നമുക്ക് പിന്നെ സമയം കളയണ്ടല്ലോ, നേരെ വണ്ടിയിലേക്ക് ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു റിഡ്സ് കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2010 ആണ്. ഇത് പുതിയ പേപ്പർ ഡീസൽ VDI. ഓക്കെ. ഓപ്ഷൻ എന്ന VDI ആണ്. വണ്ടി എന്തെങ്കിലും അപാകതകൾ ഒന്നുമില്ല. വണ്ടി ഏതൊരു കസ്റ്റമറിനും എറണാകുളത്ത് ഒരു കുഴപ്പമില്ല. നല്ല വണ്ടിയല്ലേ? നല്ല കളറാണ്, ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. പിന്നെ ഇതൊക്കെ എത്ര മാക്സിമം ഓടിയിട്ടുണ്ടോ വണ്ടി? ഇതിപ്പോ ഓട്ടം എന്ന് പറഞ്ഞാല് ഓടിയത് ഇത് 1.25 ഓടിക്കുന്നു. ഓക്കെ. 2030 വരെ പേപ്പർ ഉണ്ട്. 2030 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഇതൊക്കെ ചോദിക്കണ ഇത് നമ്മൾ ചോദിക്കുന്നത് 2.10 ചോദിക്കണമെന്നല്ല, 2.10 കിട്ടണം. വില പിന്നെ നമുക്ക് 2.4 ചോദിച്ചാണ്ട് കുറച്ച് കൊടുക്കണ മാതിരി ചെയ്യേണ്ടത്. ഒരേ വിലയാണ്. 2.10 നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും കുറയ്ക്കുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. ചില ഞാനായാലും അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടെടുക്കാൻ പോയാലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്നല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. വണ്ടി നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. ബോഡി നോക്കണ്ട. ടയർ ഉണ്ട്, 4 ടയർ ഉണ്ട്. അപ്പൊ ഇതിനില്ലേ ഫിനാൻസ് ഒക്കെ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഇത് ഏതാണ്? സെഡ് ഫിനാൻസ് അല്ലല്ല, നമ്മള് ഇത് ചെയ്യാം, ഒക്കെ ചെയ്തു കൊടുക്കാം. ചോളമണ്ഡലം ചെയ്യാം. ഓക്കെ. അപ്പൊ 2010 മോഡല് ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഇതിന് ചോദിക്കുന്നത് 2.10 ചോദിക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ പ്രൈസ് ആണെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ഒരു വാഗനർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര കാണിക്കാം? ഇത് 2013 LXI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എന്ത് പറയും? വണ്ടി നല്ല വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 78 ഓട്ടോ ഉള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. LXI ആണ്. ഓക്കെ. പിന്നെ നമ്മൾ അങ്ങനത്തെ റേറ്റിനാണ് കൊടുക്കുന്നത്. എത്ര ചോദ്യം? നമുക്ക് ഒരു 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. 2000 ഓഫർ കൊടുക്കാനല്ലേ? 2013 വണ്ടി ശരിക്കും LXI ഒക്കെ എന്ന് പറഞ്ഞാൽ 2.65 2.45 ഒക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ. അപ്പൊ 2.10 ചോദിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളിയാ. 2013 മോഡലാണ് LXI. ഫൈനലാട്ടാ. ഇതിലൊന്നും കുറക്കില്ല.
ഓക്കെ ഓക്കെ. മഹീന്ദ്രന്റെ KUV നമുക്ക് പരിചയപ്പെടാം. KUV ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടാ. K8. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. KUV-ലെ ഫുൾ ഓപ്ഷൻ K8. ഇത് ഏതാ വേരിയന്റ്? ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഓക്കെ. ഇതൊക്കെ പിന്നെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഒരു 79 ഓടിയിട്ടുണ്ട്. 79 ഓണർഷിപ്പ് തന്നെ 3 ഓണറാണ്. ഓക്കെ. വണ്ടി ഡീസലാണ്, നല്ല മൈലേജിന്റെ ഒരു എന്താ പറയാ ചെറിയ പൈസ നല്ലൊരു XUV. അതെ, ചെറിയ പൈസ ഡീസൽ ആകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. പിന്നെ നമ്മളെ മഹേന്ദ്രന്റെ വണ്ടിയല്ലേ. അതെ, ഏതൊരാൾക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് ഇത്. ഏകദേശം ഈ നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് ഒക്കെ കംഫർട്ടബിൾ ആണ്. ഈ ആയിട്ടുള്ളത് കൊണ്ട് ഇത് ചെറിയ പൈസ XUV-ന്റെ ആൾക്കാരുണ്ടല്ലോ, SUV ടൈപ്പ് വണ്ടികളെ പോലെ കുറെ ആൾക്കാർ ചെറിയ കാർ ഉപയോഗിച്ച് അടുത്ത ആൾക്കാരുണ്ടാവും. ചെറിയൊരു മുടക്കിൽ XUV ശരിക്കും മഹേന്ദ്ര ഇറക്കിയത് അങ്ങനെ തന്നെ. ചെറിയ ആൾക്കാർക്കുള്ള XUV എന്നാണ് ഇറക്കിയത്. ഇത് എന്താ വില ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2.60 ലാസ്റ്റ് കൊടുക്കാം അല്ല? ഓക്കെ. ഇതിന് ലോൺ കിട്ടും? ലോൺ കിട്ടും. ഓക്കെ. ലോൺ എത്ര പറഞ്ഞു? 2016 മോഡലാണ് കേട്ടോ വണ്ടി. 2.30 ആണ് ചോദിക്കുന്നത് വില. മാക്സിമം ലോൺ കയറും. ആ 2.5 ചിലപ്പോൾ ലോൺ കയറാൻ സാധ്യത. ഫുള്ള് ലോൺ കിട്ടും തന്നെ? ഫുള്ള് ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയ മുടക്കേണ്ടി വരുന്നുള്ളൂ. രണ്ടെങ്ങനെയാലും കിട്ടും ചെറിയ എന്തെങ്കിലും. പിന്നെ ചില ആളുകൾ ട്രാക്ക് അനുസരിച്ച് ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. ഫുള്ള് ലോൺ കിട്ടാനുള്ള ചാൻസ്. നല്ല പ്രൊഫൈലാണ് നമ്മൾ ഫുൾ ചെയ്ത് കൊടുക്കാം. എല്ലാവരും 2 ലക്ഷം മസ്റ്റ് ചെയ്യാം. 2.60 ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം, അവർക്കൊരു. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ. റിഡ്സ് കാർ തന്നെ നോക്കാം. ഇത് 2011 LDI ആണ്. 2011 LDI സിംഗിൾ ഓണർ. ഇതിൽ ഓട്ട 1.43 ഓട്ടം ഉണ്ട്. നമ്മള് ഹിസ്റ്ററി കാര്യമൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഓക്കെ. നമ്മൾ ഇതിലുള്ള ഓട്ടം ഇതിനുള്ള ഇങ്ങനെ കൊടുക്കാം. വണ്ടി ക്വാളിറ്റി ഒന്നുമില്ല. ഇവിടെ റിഡ്സ് കാർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4-5 കാർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റിഡ്സിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് യൂസ് ആക്കിയിട്ടുണ്ട് റിഡ്സ്. ഏറ്റവും നല്ല വെച്ചാൽ നമ്മൾ ഈ കയറ്റത്തൊക്കെ വണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര വെലിവാണ്, നല്ല വെലിവുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കും നല്ല സ്പേസ് കാര്യങ്ങൾ, ഓടിക്കുന്ന ആൾക്ക് പിന്നെ ഒന്നും പറയണ്ട, നല്ല കംഫോർട്ടബിൾ ഡ്രൈവ് ആണ്. ഞാൻ ഓടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കിക്കോളെ. ഇവിടെ ഇതാണ് സിംഗിൾ. അപ്പൊ ഇത് നിങ്ങൾ എത്ര ആസ്കിങ്? ഇത് ആസ്കിങ്ങും ഒറ്റ റേറ്റ് ആണ് 2 ലക്ഷം. 2011 മോഡൽ സിംഗിൾ, അത്യാവശ്യം മൈലേജും കിട്ടും. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു വോക്സ്വാഗന്റെ പോളോ നമുക്ക് നോക്കാം. ഇത് പഴയ വണ്ടിയാണ്, പക്ഷെ ന്യൂ ഷേപ്പിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2012 മോഡൽ ഡീസൽ കംഫർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മളെ ഈ പുതിയ റോഡ് ഉണ്ടല്ലോ, ഈ പുതിയ റോഡിലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. നല്ല സ്പീഡിൽ ഓടിച്ചാൽ ഒന്നാവില്ല, ഒരു കുലുക്കം ഒറ്റ പോക്ക് പോകും വണ്ടി. അത്രയും പവറാണ് ഇതിന്. പിന്നെ ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? 1.20 ഓടിക്കണം അല്ലേ? ഓക്കെ. എന്തുപാട് റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ് മാറ്റാൻ ഞാൻ എന്താണ് റീപ്ലേസ് വണ്ടി മോഡ് റീപ്ലേസ് ഇല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു ഒറിജിനൽ കണ്ടു വെച്ചിട്ടുണ്ട് ക്ലാസ്. അതിന് പാർട്ടി വരികയാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കും ചെയ്യാം. ഒറിജിനൽ 2018 വണ്ടി. ഇതിന്റെ ഒറിജിനൽ കമ്പനി ക്ലാസ് അല്ല? ഇത് ഒറിജിനൽ മാറ്റിയിട്ടില്ല. വരവുണ്ട്. അതാ മാറ്റാത്ത. അത് നല്ല തന്നെയാണ്. കസ്റ്റമർ വന്നാൽ പറഞ്ഞു കൊടുക്കല്ലോ. പിന്നെ ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇത് നമ്മൾ 2.4 ആസ്ക് ചെയ്യുന്നത്. 2.4 എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. 2012 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഗ്ലാസ് മാറ്റി കൊടുക്കാം, അതിന്റെ പൈസ ഒക്കെ കുറച്ച് കൊടുക്കാം. ഓക്കെ. അതിന്റെ പൈസ അത് താത്തി തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ടൊയോട്ട കൊറോള ആൾട്ടിസ് നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജും കിട്ടും കേട്ടോ. ഇത് ഇക്ക പറഞ്ഞോളൂ. 2013 14 റേസർ. ഓക്കെ. പിന്നെ 1.20 ഓടിക്കുന്നു. ഓക്കെ. പിന്നെ റീ വണ്ടി നമ്പർ മാറിയതാണ്. നിലവിൽ കോഴിക്കോട്ടേക്ക് റേസിനായിട്ട് അത് 3ാമത്തെ ഓണർ ആയിട്ട് തോന്നുന്നു. 3-4 ഓണർ. ഓക്കെ. 4ാമത്തെ ഓണർ. പിന്നെ പഴയ വണ്ടിയല്ല, പിന്നെ ഓണർ വലിയ കാര്യം. പിന്നെ ഓട്ടോ നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ വരുന്ന വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കും. എങ്ങനത്തെ വണ്ടിയൊക്കെ അവിടെ തന്നെ VIP പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ കേരള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്ലാസ് എന്തെങ്കിലും മാറിക്കണം. ഈ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസ്. അതെ, ഇത് മെയിൻ ഗ്ലാസ് എല്ലാ ഓട്ടത്തിന്റെ പുതിയ വണ്ടിയാണ്. അതിന്റെ മെയിൻ ഗ്ലാസ് പാടിയും 2014 ഉണ്ട്. അതെ, അത് അവിടെയൊക്കെ ഈ റോഡിന്റെ സൈഡ് വണ്ടി വെക്കണോണ്ട് ക്രിക്കറ്റ് കളിക്കല് പിന്നെ നമ്മളെങ്കിൽ ഇവിടെ വീടിന്റെ ഷെഡിൽ വെക്കണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിഷയമാണ്. ഇത് ഈ പിന്നെ വണ്ടി എങ്ങനെ ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റും? ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ടൊയോട്ട എഞ്ചിനല്ലേ, തളരാത്ത എഞ്ചിനല്ലേ. അതെ, ടൊയോട്ടന്റെ പിന്നെ എത്ര കിലോമീറ്റർ ഓടിയാലും വലിയ 5 ലക്ഷം ഓടിയാലും അതെ. കിലോമീറ്ററിന്റെ കാര്യത്തിൽ എന്ത് മെയിന്റനൻസ് കമ്മിയാണ്. പിന്നെ G ആണ്. അതെ, ഇത് ഡീസലാണ്, നല്ല മൈലേജ് ഓപ്ഷൻ വരുന്നല്ല. നമ്മൾ നേരത്തെ ചോദിച്ചില്ല, G ആണ് ഓപ്ഷൻ. ഇത് എത്ര വില ചോദിക്കുന്നത്? വില ചോദിക്കണെന്ന് പറഞ്ഞാല് നമ്മളിത്
കാലായിരുന്നു ചോദിച്ചിന് നമുക്ക് 4 കൊടുക്കാം. 4 കൊടുക്കാം അല്ലേ? ഇതിന് ലോൺ കിട്ടോ? ഓ എല്ലാം കിട്ടും. ലോൺ കിട്ടും അല്ലേ? 3,500 ലോൺ കിട്ടും. 3,500 ലോൺ കിട്ടും. 10, 50, 60 ഉറുപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ലോൺ ഇട്ട് തീർക്കാം. പിന്നെ അത്രയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് തരും. ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ പൈസന്റെ വണ്ടികളൊക്കെ മാക്സിമം മൂപ്പര് പറയുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ അതിലൊന്നും വില കുറയാണ്ടാവില്ല. പിന്നെ ഇതൊക്കെ ഒരു 4-5 ലക്ഷം രൂപ വണ്ടിയല്ലേ എന്തെങ്കിലും അല്ല ചെറുതായിട്ട് പെട്രോളും തരുന്നുണ്ടല്ലോ. ഓഫർ ചെയ്ത് മറന്നോണ്ട് കേട്ടോ. സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് എത്ര മോഡൽ? 2010 മോഡലാണ്. ഡീസലാണ് വരുന്നത്. അടുത്ത 3 മാസം കഴിഞ്ഞ അതിന്റെ ടെസ്റ്റ് ഉണ്ട്. റിന്യൂവൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഞങ്ങൾ മൂപ്പര് നമ്മളിത് പുതിയ പേപ്പർ ആക്കിയാണ്ട് മൂപ്പര പേർക്കാണ് മാറിക്കൊടുക്കും. ഓക്കെ. അപ്പൊ റിന്യൂവലുമായി പേർക്ക് മാറലുമായി ടാക്സും കാര്യങ്ങളൊക്കെ അപ്പൊ 30 ഉണ്ടാവും. ഓക്കെ. വണ്ടി എന്ത് പഠിക്കാം? വണ്ടിന്റെ കോലം കണ്ടിട്ട് നല്ല വൃത്തിയാണ്. നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് പിന്നെ അലയുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലയ വിറ്റാൽ തന്നെ കിട്ടും. നല്ല 20 പെട്ടു. ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല 4 ടയർ കട്ടയുള്ളതാണ്. സ്റ്റെപ്പിനൊക്കെ കട്ടയുള്ളതാണ്. കുഴപ്പമില്ല. ഓക്കെ. ഇത് പിന്നെ ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഇത് 1.68 കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. അതെ. പഴയ വണ്ടി നമുക്ക് അത്ര. പിന്നെ വന്നോട്ട് അവർ വന്നിട്ട് ചെക്ക് ചെയ്ത് മെക്കാനിക്കിനായിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊണ്ടുപോയി. പിന്നെ നമ്മൾ കൊടുത്തതിന് ശേഷം അത് വർക്ക് ചെയ്യണില്ല ഇത് വർക്ക് ചെയ്യണില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വന്ന് നോക്കി നല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയാൽ മതി. മെക്കാനിക്കിട്ട് വന്നോട്ടെ. അല്ലെ മെക്കാനിക്കിന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരുപാട് വരുന്ന ആൾക്കാരാകുമ്പോൾ ഇവിടെ നമ്മൾ അറിയുന്ന ആൾക്കാരെന്നുള്ളത് തോന്നലുണ്ടാവും. അവര് മണവരെ 10 കിലോമീറ്റർ പോയി ചെക്ക് ചെയ്തോട്ടെ. ഒരാളായിട്ട് ഒപ്പം ഇരുന്നാ പോരെ. നമ്മളറിയാത്ത ഒരു ടൗണിൽ പോയി മെക്കാനിക്കൽ കണ്ട് ഏത് വണ്ടി എടുക്കാനും ഫുള്ള് ചെക്ക് ചെയ്തിട്ട്. പിന്നെ ഇത് നമ്മൾ പഴയ വണ്ടിയാണ് കൊടുക്കുന്നത്. ഇവർ കൊണ്ടുപോയി ചിലപ്പോൾ ഇത് കണ്ണൂർക്കോ കാസർഗോഡൊക്കെ വരും പോകാൻ. പിന്നെ പോകണം വണ്ടിയുടെ കാര്യമാണ്. പോണ വയ്ക്കുന്നത് അത് പൊട്ടി ഇത് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ആയിക്കോട്ടെ. ഇത് എത്ര വില ചോദിക്കുന്നത്? ഇത് നമുക്ക് പേർക്ക് മാറ്റി റിന്യൂവലൊക്കെ ഇട്ട് 15 കൊടുക്കാം. 2.15 കൊടുക്കാം. ഓപ്ഷൻ വരുന്ന വീഡിയോ ആണ്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതെ. അലവിൽ പിന്നെ അലോയ്സ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ ലോൺ ഫിനാൻസ് 2 രൂപ ചെയ്ത് കൊടുക്കാം. 2 രൂപ ഫിനാൻസും ഇതിന് ചെയ്ത് കൊടുക്കാം. ചോദിക്കണ വില അപ്പൊ നിങ്ങൾ 2.15 ആകെ 10 റിന്യൂവൽ എടുത്ത് കൊടുക്കണേ. റിന്യൂവൽ എടുത്ത് പേർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. 2 ഫൈനൽ കിട്ടും. ചില്ലറ പൈസ മതി കേട്ടോ ലോൺ കിട്ടുന്ന ആൾക്ക്. അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഇത് റെനോൾട്ടിന്റെ കിഡ് നമുക്ക് നോക്കാം. ഈ കിഡ് കുറെ ആള് നോക്കി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. ഇത് മോഡൽ എത്രയാണ്? 2016 മോഡൽ. RXT ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. ഇത് മൈലേജ് എത്ര കിട്ടും? മൈലേജ് 17-18 കിട്ടും. 17-18 മൈലേജ് കിട്ടും. ഇത് ചെറിയ 800 cc അല്ലേ? ഓക്കെ. ഇത് 800 cc അല്ല, അത് 800 ആണ്. 800 cc ആണ് വരുന്നത്. ഇത് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്ഷന് അതായത് മിഡില ഫസ്റ്റ് ഏറ്റവും ടോപ്പിന്റെ താഴെ. AC പവർ സ്റ്റിയറിംഗ് RSZ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ. ഇത് RXT ആണ്. ഇത് എത്ര ഡോർ പവർ വിൻഡോ? 4 ഡോർ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 43,000 കിലോമീറ്റർ ഓടി. ചെറിയ ഓട്ടോയുള്ളൂ. എത്ര ചോദിക്കുന്നത് നിങ്ങൾ? ചോദിക്കുന്നത് നമ്മളിത് 2.4 2016 മോഡൽ കിഡ് ചോദിക്കുന്നത് 2.4 വില ഒന്ന് കുറയോ? ചെറുതായി കുറക്കാം. എന്തെങ്കിലും ചെയ്തു തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഓക്കെ. റിഡ്സ് കാർ നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാണ്. മോഡൽ എത്ര? ഇത് 2016 മോഡൽ കൂടിയതാണ്. 2016 മോഡലാണ്. എത്ര ഓണർ അയക്കുന്നത്? ഓണർ 2 ആണ്. റീ വണ്ടിയാണ്. ഓക്കെ. നമ്പർ മാറിയ വണ്ടിയാണ്. കേരളത്തിലേക്കാണ് റൈസ് ആയിട്ട്. കാണാൻ കുറച്ച് വൃത്തിയുണ്ടല്ലോ. വണ്ടി റീപ്ലേസ് എന്തെങ്കിലും റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും അല്ലേ? അത് അവിടുന്ന് വരുന്ന വണ്ടിക്ക് ഉണ്ടാവും. അതുണ്ടോ? അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വണ്ടി മെക്കാനിക്കൽ ഒന്നും ചെയ്യാനില്ല. അല്ല ഇപ്പൊ എടുക്കുന്ന ആൾക്ക് പണിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 3.4 കൊടുക്കാം. 3.4 കൊടുക്കാം. 2016 മോഡൽ റിഡ്സ് കാറാണ്. റിയ ആയതുകൊണ്ടാണ് കേരള വണ്ടിയാണ് 4.3. കേരള വണ്ടിയാണെങ്കിൽ വില കൂടും. ഇതിപ്പോ റിയ ആയതുകൊണ്ടാണ് അത്ര കുറച്ച്. 3.4 ലാസ്റ്റ് ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട്. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഹോണ്ട സിറ്റി നോക്കാം. ഈ ചെറിയ പൈസ നോക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഇത് എങ്ങനെ? ഇത് 2005 വണ്ടി. ഓക്കെ. പുതിയ പേപ്പർ 2030 വരെ പേപ്പർ. ഓക്കെ. അത് റിന്യൂവൽ കഴിഞ്ഞാണ്. റിന്യൂവൽ ടാക്സ് കിട്ടിയിട്ടാണ്. റിന്യൂവലിന് സമയമായിട്ടില്ല. അതിന് എടുക്കുന്ന ആൾക്ക് റിന്യൂവൽ ചെയ്യാം. അതിന് ഇനി എത്ര സമയമുണ്ട്? അതിന് 3-4 മാസം ഉണ്ട്. 3-4 നിങ്ങൾ അത് ടാക്സ് കെട്ടിയത് ഓൾറെഡി ടാക്സ് കെട്ടി 5 കൊല്ലത്തെ ടാക്സ് കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോകുന്ന ആൾക്ക് ആരാ ഇനിയിപ്പോ കാസർഗോഡ് കണ്ണൂർക്ക് പോകണമെങ്കിൽ അവിടുന്ന് പിന്നെ റിന്യൂവൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ വ്യക്തിയുടെ ആധാർ കാർഡ് എവിടെ ഇതെല്ലാം നിലനിൽക്കുന്നത് അവരുടെ അടുത്ത RT എന്നാണ്. ഞാൻ ഇപ്പോൾ റിന്യൂവൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ RC ഓണർ എടുത്ത് പോവാ. അപ്പൊ ഇത് എടുക്കുന്ന ആൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പേർക്കാണ്ട് റിന്യൂവൽ പേര് ചേഞ്ച് ചെയ്യലും റിന്യൂവലും കൂടി ആയിക്കോട്ടെ. എടുക്കുന്ന ആള് നിങ്ങൾ കാരണം എന്നാൽ ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് ഇത് റിന്യൂവൽ ചെയ്യാൻ കഴിയില്ല. ഇത് ഒന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന ആള് ഈ RTയിൽ പെട്ടതാണോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ RT ഏതാണ് അവിടുന്ന് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇത് വണ്ടി എന്ത് പഠിക്കാം? വണ്ടി നല്ല ടോപ്പ് മെക്കാനിക്കൽ പരമായിട്ട് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച വണ്ടിയിലതൊക്കെ. ഇന്നിപ്പോ ഇത് ചെക്കന്മാരെടുത്താണ്.
അന്ന് നല്ല വലിയ ഡോക്ടർമാര് എഞ്ചിനീയർമാര് വക്കീലന്മാരൊക്കെ ഹോണ്ട സിറ്റി ഇപ്പൊ ഇത് ചെക്കന്മാരെ ഏറ്റെടുക്കുന്നത് കൊടുത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല മൈലേജ് ഉള്ളത് സാധാ പെട്രോൾ വണ്ടിന്റെ മൈലേജ് അല്ലത് 16-17 മൈലേജ് കിട്ടും അല്ലെ. പിന്നെ എഞ്ചിൻ അങ്ങനത്തെ എഞ്ചിനാ, അതുകൊണ്ടാണ് ഇത് വിജയിച്ചത്. ഇത് എന്താ വില നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. 1.10 കൊടുക്കാം, 10 കൊടുക്കാം. നമ്മ ഒരു 10 ലിറ്റർ പെട്രോൾ കൊടുക്കാം. ഓക്കെ, 1.10 തരും കേട്ടോ. 10 ലിറ്റർ പെട്രോൾ അടിച്ചു തരും. അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വന്നോട്ടോ. നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് നോക്കാം. ഇത് i10 ഗ്രാൻഡ് ആണ്. i10 ഗ്രാൻഡ് ആസ്റ്റ ഓപ്ഷനില് ബട്ടൺ സ്റ്റാർട്ട് കില സെൻട്രി എല്ലാം ഉള്ളത്. ഏറ്റവും ടോപ്പ് 2014 ഓട്ടോമാറ്റിക് ആണ്. 2014 മോഡലാണ്. 90 ഓട്ടം ഓടിക്കുന്ന മൂന്നാമത്തെ ഓണറാണ്. ഓക്കെ, 90,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യങ്ങളൊക്കെയാണ്. കമ്പനിന്ന് അലൈസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉള്ള വണ്ടി കേട്ടോ. 2014 വണ്ടി എന്ന് പറയൂല. 2 മോഡൽ പിന്നെയും കൂടിയ വണ്ടി കാണുന്നുണ്ട് കേട്ടോ. ഇത് എത്ര നമുക്ക് ഫൈനൽ തന്നെ നമുക്ക് 3.65 കൊടുക്കാം. 3.65 കൊടുക്കാം. 10 ലിറ്റർ പെട്രോളും കൊടുക്കാം. അതിൽ നോ ബാർഗനിങ്. ഇത് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? വണ്ടി ഇറക്കാൻ ഇതൊരു 3 റുപ്യ ഇറക്കാം. 3 റുപ്യ അല്ല, അതായത് ഡൗൺ പേയ്മെന്റ് ലോൺ ഇട്ട് എടുക്കാം. ലോൺ ഇട്ടത് 3 റുപ്യ ലോൺ കയറും. 3 റുപ്യ ഇതിന് ലോൺ കയറും. നല്ല ട്രാക്കുകളാണെങ്കിൽ 3.5 കയറ്റി തരാം. ഓക്കെ, എത്രയാണ്? അപ്പൊ 65 മതി. 3.5 15 മതി. ഓക്കെ, നല്ല സ്ട്രോങ് പ്രൊഫൈൽ. അതായത് നിങ്ങൾക്ക് പിന്നെ ഫുള്ള് ലോൺ ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം മാക്സിമം 350 വരെ ലോൺ കിട്ടുന്ന മൂപ്പര് പറയുന്നത്. കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടിക്ക് പിന്നെ ചെറിയ മുടക്ക് നിങ്ങൾ മുടക്കാൻ മതി. മാക്സിമം 10-15 ഒന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ചേട്ടാ. ഒരു സാധനം മാറിയില്ല. ഒരു 2000 ഒരു ബമ്പറേറ്റ് മാറി കമ്പനിയിൽ വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ഒരു മെയിൻ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒന്നുമില്ല. അത്രയ്ക്കും നല്ല നീറ്റ് വണ്ടിയാണ്, പക്ക വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കോട്ടോ. ഫോർഡ് ഫിഗോ എത്ര ഇത് മോഡൽ? 2013 ഫിഗോ ഡീസൽ വണ്ടി. ടൈറ്റാനിയ 2 എയർ ബാഗ് വരുന്നതാണ്. കമ്പനി അലൈ വരുന്നതാണ്. കമ്പനി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കാം. പിന്നെ ഒരു മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ്. 60,000 സർവീസ് കഴിഞ്ഞാൽ മാറ്റിയതാണ്. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നും ചെയ്യാൻ എടുക്കുന്ന ആൾക്കാർ ഒന്നുമില്ല. നല്ല തണുപ്പിച്ച് പോകുമ്പോ നല്ലതാണ്. അത്രയ്ക്കും പക്ക വണ്ടിയാണ് കേട്ടോ. ഒരു പണിയുമില്ല. എല്ലാ പണിയും നിലവിൽ ഓൾറെഡി എല്ലാ പണി കഴിഞ്ഞിരിക്കണ്. ഇത് ഒരു മാസം ഓടാനുള്ള നമ്മൾ കൊടുക്കുന്നുണ്ട്. 10,000 രൂപ നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? അതെ, മൈലേജ് നല്ല 20 മേലെ കിട്ടും. 25 മൈലേജ് വണ്ടിയുള്ളത്. അത്ര കിട്ടൂലേ? അപ്പൊ 10 ലിറ്റർ കൊണ്ട് കുറെ 250 കിലോമീറ്റർ ഓടിക്കൂടെ? അതെ. എത്ര ചോദ്യങ്ങള്? ചോദ്യം നമ്മൾ 1.65 ചോദ്യം. ഇതിന് ലോൺ കിട്ടോ? ലോണ് ഉറപ്പ് ലോൺ ചെയ്ത് കൊടുക്കാം. കാരണം ഫോർഡ് ഇവിടെ നിർത്തിയത് കമ്പനി പോയതുകൊണ്ട് ലോണേർക്ക് ചെറിയ ഇവിടെ ഫുൾ ലോണും കിട്ടി. കിട്ടാനുള്ള വകുപ്പ് ഞാൻ ചെയ്ത് കൊടുക്കാം. 1.65 ചോദിക്കുന്നുണ്ട്. ഉറപ്പ് ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നല്ല വണ്ടി കേട്ടോ. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് തന്നെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരും. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതായത് ഈ റൂട്ടിന് പിരിവ് കാര്യങ്ങള് പിന്നെ എന്തെങ്കിലും കച്ചവടം ബിസിനസ്സുകാർക്കല്ലോ 25 മൈലേജ് കിട്ടുന്ന നല്ല ചെറിയ പൈസക്ക് നല്ല വണ്ടിയാണ്. ഇപ്പൊ ഒരു 2 വീലർ ഓടിക്കുന്ന സർവീസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ആൾക്ക് ഇനി അടുത്തൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യം വരും. അതെ, ഒരു 2 വീലർ ഓടിക്കുന്ന ചങ്കുകളാണെങ്കിലും മഴയും വെയിലും കൊള്ളാതെ ഓടിക്കാൻ പറ്റിയ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ചെറിയ പൈസക്ക് ഒരു 7-8 ആൾക്കൊക്കെ ഒരു ഫാമിലിക്ക് നടക്കാൻ പറ്റിയ നല്ല വണ്ടി എന്ന് പറയാം. ഇത് വണ്ടി ഏതാണ്? ഗോ പ്ലസ് അല്ലെ? ഓക്കെ, ഇത് മോഡല് 2015 ആണ്. 2015 മോഡലാണ്. പെട്രോൾ ആണ്. 55,000 ഓടിയിട്ടുള്ളത്. 55 ഓടിയിട്ടുള്ളൂ തന്നെ. അപ്പൊ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഒറിജിനൽ ഗ്ലാസ് ആണ്. ഒറിജിനൽ ഗ്ലാസ് നമ്മൾ മാറ്റാൻ എന്താ പറയുന്നത്? റീപ്ലേസ് ഇല്ല. അത് പറഞ്ഞ മാതിരി തന്നെ നമ്മളിത് മാറ്റി കഴിഞ്ഞാൽ ഇത് എവിടെ തട്ടി, എങ്ങനെ മാറ്റി എന്നൊക്കെ പറയും. നമ്മളെ പാർട്ടി വരികയാണ് അവരെ മുന്നിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. വേറെ ഒരു റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. വണ്ടിയാണ് അല്ലെ? അത് കുട്ടിയെ തലടിച്ചതാണ്. ഏതാ തന്നെ ഉള്ളുന്നാണ് പൊട്ടിയിട്ടുള്ളത്. തല ഒന്ന് മുട്ടിയിട്ട്. അതെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ലെതറിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടയർ കട്ടുള്ളതാണ്. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.30 ഇത് മാറ്റി കൊടുക്കാം. 2,30,000 രൂപ ഗ്ലാസ് ആണ് മാറ്റി കൊടുക്കാം. ഗ്ലാസ് മാറ്റി കൊടുക്കാം. 2.30 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. 2.30 ചോദിക്കുന്നത്. 10 ലിറ്റർ പെട്രോൾ 10 ലിറ്റർ കണ്ണ് തരുന്നുണ്ട്. വേഗം വന്നോട്ടാ. ഇനിയിപ്പോ എവിടുന്നാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാനും പറ്റൂട്ടാ. നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് വരികയാണെങ്കിൽ ആ 10 ലിറ്റർ കൊണ്ട് കാസർഗോഡ് എത്താം. അതെ. അപ്പൊ വീഡിയോ ആദ്യം കാണുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പിന്നെ ഗൂഗിൾ പേയിൽ അഡ്വാൻസ് ആയിക്കോട്ടെ. വണ്ടി അത്രയ്ക്കും വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല വണ്ടിയാ. അല്ല ഇക്കന്നെ പറയാം. ഞാന് നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാ. ഉറപ്പില്ല. ചെറിയൊരു ഫാമിലിക്ക് 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോകാനുള്ള ഈ കാറ് 4 ആൾക്കെല്ലാം കാർ പോകാം. ഇത് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. അപ്പൊ പെട്ടെന്ന് പണം വിളിച്ചോട്ടോ.
ഇവിടെ ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയൊക്കെ വരുന്നത്? 2015. ഓക്കെ, LXI ആണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1 ലക്ഷത്തിന്റെ ഓട്ടോ ഉണ്ട്. 1 ലക്ഷം എന്ന് പറയാം. ഓക്കെ, വണ്ടി എന്ത് പാടി റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ടയറുണ്ട്. നല്ല കടുംപുത്തൻ ടയറാണ്. ഓക്കെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടി. സിംഗിൾ ഓണർ അല്ല, ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. ഓക്കെ, മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് എത്ര ചോദിക്കുന്നത്? നമ്മള് ₹2 കൊടുക്കാം. ₹2 കൊടുക്കാം. 2014 മോഡൽ LXI ആണ്. 15 ആണ് മോഡൽ വരുന്നത്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. ചോദിക്കുന്നത് ₹2 കേട്ടോ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്കൊരു നാനോ കാർ നോക്കാം. ഇത് 2013 മോഡലാണ്. 2013 മോഡലാണ്. LS ആണ്. AC പവർ സ്റ്റാറിംഗ്, 2 വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സ് ഉണ്ട്. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി നല്ല വണ്ടി. 78 ഓടിയിട്ടുള്ളൂ. 78 ഓടിയിട്ടുള്ളൂ. കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട്. നല്ല വണ്ടിയാ. എത്ര ചോദ്യം ഇത് നമ്മള് ₹70 കൊടുക്കാം. ₹70 കൊടുക്കാം. ഓക്കെ, ചെറിയ പൈസക്ക് വണ്ടി അന്വേഷണം നടക്കുന്ന ആൾക്ക് പറ്റിയൊരു വണ്ടിയാണ്. ₹70 ചോദിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ആൾട്ടോ കേട്ടൺ, ഇത് എത്ര മോഡലിക്കാ? ഇത് 2010 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2010 മോഡലാണ്. പക്ഷെ കാണാൻ കുറച്ച് മോഡൽ കൂടിയ വണ്ടി പോലെ. ഈ സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കൈമാറാഞ്ഞിട്ട് അപ്പോഴും ആ പുതുമ പോയിട്ടില്ല. അതെ, ഒരു വൃത്തിയുണ്ട്. നല്ല വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 110 ഓടിക്കും. സിംഗിൾ ഓണർഷിപ്പ് 110 ഓടിയിട്ടുണ്ട്. വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ല. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനുമില്ല. നല്ല വണ്ടി. എത്ര ചോദിക്കണേക്കാ? ഇത് നമുക്ക് ഒരു 135 കൊടുക്കാം. 135 കൊടുക്കാം. ഓക്കെ, 2010 മോഡല് ആൾട്ടോ കേട്ടൺ ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം. 130 അല്ലേ? 130 കൊടുക്കാം. ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടോ? കിട്ടും. ഉറപ്പ് ഫിനാൻസ് കിട്ടും. ഓക്കെ, ഇവിടെ മാക്സിമം വണ്ടികൾക്കൊക്കെ ഫിനാൻസ് തരുന്നുണ്ട് കേട്ടോ. അത് ഇവരെന്നെ സെറ്റ് ചെയ്ത് തരും. ഇനിയിപ്പോ സെർട്ട് ലോൺ ആണെങ്കിൽ പിന്നെ എടുക്കുന്ന ആൾ ആ പരിധിയിൽ അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഫിനാൻസിന്റെ കാര്യമാണെങ്കിൽ കാസർഗോഡ് കന്യാകുമാരി ചെയ്യാം. ഓക്കെ, നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, സിവിൽ ട്രാക്ക് കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരെന്നെ ഫുള്ള് ലോൺ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കൂലേ? കൊടുക്കാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്കൊരു ആൾട്ടോ കാർ നോക്കാം. ഇത് മോഡൽ 2012 വണ്ടി. 2012 മോഡലാണ്. 12 വണ്ടി. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഉണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട് അല്ലേ? സെൻട്രൽ ലോക്ക് ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ രണ്ടാമത്തെ ഓണർ നമ്മളാണ്. ഓണർ. അതെ, നിങ്ങളെ പേര് അങ്ങനെ ഉപയോഗിച്ച ആളായതുകൊണ്ട് മാറാതെ തന്നെ. ആകെ ഓട്ടോ എത്ര ഉള്ളത്? ഓട്ടോ 68 സിംഗിൾ ഓണർ ആണ്. രണ്ടാണ് RC ഉള്ളത്. ഒന്ന് ഞാനാണ്. അപ്പോ അത് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അത് ലിമിറ്റഡ് എഡിഷൻ വണ്ടി കേട്ടോ. ഏത്? ഇത് ചെയ്ത് നോക്കണേ. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് എത്ര നിങ്ങൾ ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 165 ചോദ്യം. 165. നമുക്കതൊരു 155 കൊടുക്കാം. 155 കൊടുക്കാം. ഓക്കെ, 55 10 ലിറ്റർ പെട്രോളും 10 ലിറ്റർ പെട്രോളും പിന്നെ ഇതിന് ലോണും കിട്ടും. ഇതിന് ഫുള്ള് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ കിട്ടും. അതെ, എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടോ, ലോൺ എത്ര കിട്ടും. ഇതിന് വൃത്തി നോക്കാനിത് ഒരു സാധനം സ്ക്രാച്ച് പോലും ഇല്ല ഇതിന് വണ്ടി. അതെ, കാണാൻ വൃത്തിയുള്ള വണ്ടിയാണ്. ഒന്നുമില്ല. വണ്ടി ടച്ചപ്പേ കയറിയിട്ടില്ല. ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല. ഒന്നും കയറിയില്ല. ഈ വണ്ടി കണ്ടാൽ വണ്ടി വന്ന് ഇവിടെ ഓടിച്ചു നോക്കിയാൽ അവർക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും അതിന്റെ പുതിയ എഞ്ചിൻ ഇപ്പോഴും സ്റ്റാർട്ട് ആക്കുമ്പോൾ ആ പുതിയ വണ്ടി എങ്ങനെ സ്മൂത്ത് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ നോക്കി കൈവിട്ട് കൊടുത്തിട്ടില്ലായിരിക്കും. ഒരാൾ ഉപയോഗിച്ചാണ്. ഇവിടെ നമുക്ക് ഒരു ഛത്തീസ്ഗഡ് റൈസനിൽ വരുന്ന ഒരു വണ്ടി നമുക്ക് നോക്കാം. ഇത് ഇന്നോവ 2014 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. അവിടെ സിംഗിൾ ഓണറാണ്. ഇപ്പൊ നമ്മൾ NOC എടുത്താലേ സെക്കൻഡ് ആവുള്ളൂ. അത് ഇപ്പൊ നിലവിൽ സിംഗിൾ ഓണറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനിയിപ്പോ വണ്ടി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവരുടെ പേർക്ക് നമ്മൾ NOC എടുത്ത് കൊടുക്കാം. അതെ, അപ്പൊ 10 ദിവസം കൊണ്ട് NOC എടുത്തരാം. അതെ, 10 ദിവസം കൊണ്ട് കൊടുക്കും. പെട്ടെന്ന് നമ്പർ പോവല്ലോ. ഓക്കെ, വണ്ടി നല്ല വണ്ടി, നല്ല വണ്ടി ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു പെയിന്റ് ടച്ചപ്പ് കയറിയില്ല. 4 യോക്കോമന്റെ മുത്ത ടയറുണ്ട്. NOC കൊടുക്കാം. നമ്പർ അവരായിക്കോട്ടെ. NOC നമുക്ക് എടുത്തു കൊടുക്കാം. ഏത് RTO ആണ്, എവിടുന്നാണ് ആരും എടുക്കുന്നത്, അവർ RTO നമ്മൾ NOC എടുത്തു കൊടുക്കും. 7,10,000 NOC എടുത്തു കൊടുക്കാം. 7,10,000 NOC അടക്കം NOC കൊടുക്കും. പിന്നെ നമ്പർ ആക്കാൻ വേണ്ടി 1,20,000 1,16 അത്രേ ഉള്ളൂ. ഓക്കെ, 7,10 നിങ്ങൾ കൊടുക്കും. 2014 മെയിനായിട്ട് നോക്കുന്നത് V ഓപ്ഷൻ ആണ് കേട്ടോ. കേരള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 9,3 10 വിലയാണ്. അല്ല, 2014 V എന്തായാലും 10 അതിന്റെ അടുത്ത് വരുന്നുണ്ട്. 9,3 വില ഉണ്ട് കേരള വണ്ടി. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വ്യത്യാസമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അപ്പൊ പണം വിളിച്ചോ. ഒരു ആൾട്ടോ കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ 2012 മോഡൽ LXI ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ബക്കറ്റ് സീറ്റ് ആണ്. സീറ്റ് ഒക്കെ നല്ല അടിച്ചപൊളി സീറ്റ് ആണ്.
അത്യാവശ്യം കട്ടുള്ള ടയറാണ്. 4 ടയറും പുത്തൻ ടയറാ. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ടോ? ഇത് ഓട്ടോ 1.48 ഓടിക്കുന്നത്. 1.40 കുറച്ച് വൈഡ് ആണെങ്കിലും വണ്ടി ക്വാളിറ്റി ആണ് അല്ലേ? നല്ല ക്വാളിറ്റി. ഈ തട്ടുമുട്ട് പരിക്കൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. പഴയതാണെങ്കിലും വണ്ടി റീപ്ലേസ് ഇല്ല. 2012 മോഡൽ ഉണ്ട്. മൂന്നാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. എത്ര ചോദ്യം? ഇത് ഇപ്പൊ നമ്മള് ഈ വണ്ടി ചോദിച്ചില്ല 1.55-60 ചോദിച്ചത്. ഇത് നമുക്ക് 45 രൂപ കൊടുക്കാം. സെയിം പ്രായക്കാരാണ്. 1.45 45 കൊടുക്കാം. ഓക്കെ, 12 അതെ അതെ. വയനാട്ടിൽ തന്നെ കുറച്ച് ഓട്ടം കൂടി. ഇത് ഓട്ടം കൂടിയത് കൊണ്ടാണ്, മറ്റേത് ഓട്ടം കുറവുള്ളതുകൊണ്ടാണ് ആ ഒരു റേറ്റ്. 1.45 ചോദിക്കുന്നത്. ചോദിക്കണല്ല, ലാസ്റ്റ് അല്ലേ? എന്തെങ്കിലും വന്ന് ഇന്ന് 10 ലിറ്റർ എണ്ണ കൊടുക്കണം നമുക്ക്. അതെ, 10 ലിറ്റർ എണ്ണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഈ 18-20 ഇറങ്ങാൻ തുടങ്ങിയ സ്വിഫ്റ്റ് കാർ ഉണ്ടല്ലോ, ഇതൊക്കെ ഡീസൽ വണ്ടികൾ അപൂർവമാണ് കിട്ടല്. ഭയങ്കര ടൈറ്റ് ഉള്ളതാണ് മാർക്കറ്റിൽ. 2018 ലാസ്റ്റ് ആണ് ഡീസൽ. 2018 ലാസ്റ്റ് മോഡലാണ്. ഡീസൽ നിർത്തുന്ന സമയമാണ്. 18 കഴിഞ്ഞിട്ട് ഡീസൽ ഇല്ല. ഓപ്ഷൻ തന്നെ ഇത് VDI നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. നമ്പർ മാറി 65 തിരുവനന്തപുരം റൈസനിലേക്ക് മാറി വന്നുണ്ട്. ഇത് പിന്നെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.20 ഇതിലുണ്ട്. നമുക്ക് റീ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത്ര തന്നെ ആയിരിക്കും. പാർട്ടി പറഞ്ഞത് ഒറിജിനൽ ഓട്ടാണ്. നിങ്ങൾക്ക് വേണം ഇഷ്ടം ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വണ്ടി നല്ല വണ്ടിയാണ്. അല്ല, വണ്ടി വർക്കിംഗ് കണ്ടാൽ തന്നെ നല്ല വർക്കിംഗ്, സ്മൂത്ത് വർക്കിംഗ്. ഓക്കെ, വീഡിയോ ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് നിൽക്കുന്നത്. ഓക്കെ, ഇത് എത്ര ചോദ്യങ്ങൾ? ഇത് നമുക്ക് 5.25 കൊടുക്കാം. 5.25 കൊടുക്കാം. ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ചെറിയ വട്ടത്തിൽ ചെറിയ എന്തെങ്കിലും വലിയതൊന്നും ഉണ്ടാവില്ല. ഇത് കേരള വണ്ടി കൊടുക്കണം. അത് 6-6.25 റേഞ്ച് ഉണ്ട്. 2018 അപ്പോൾ 5.25 കൊടുക്കാം. ഓക്കെ, 5.25 കൊടുക്കാം. അറിയാതുകൊണ്ടാണ് ആ ഒരു വില ചോദിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോ. വണ്ടി റീപ്ലേസ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. റീപ്ലേസ് മെയിൻ ഗ്ലാസ്. ഓക്കെ, വേറെ റീപ്ലേസ് ഇല്ല. ടയറൊക്കെ നല്ല നീറ്റ് ടയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരും ആവശ്യം നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു. അറിയാതുകൊണ്ട് പിന്നെ ഒന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് നോക്കാം. Zen ST നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാ? ഇത് 2008-28 വരെ പേപ്പർ. 28 വരെ പേപ്പർ ലാസ്റ്റ് ആണ്. 29 വരെ കസ്റ്റഡിച്ച് ഉണ്ട്. അതെ അതെ. എത്ര ഓടിയിട്ടുണ്ട്? 1.20 ഓടിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. വണ്ടി എന്ത് പാട്? വണ്ടി അടിപൊളി വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഈ പെയിന്റ് ചെയ്യുന്ന ഒരു പ്രത്യേക മെറ്റാലിക് സിൽവർ പെയിന്റ് ആണ്. ഗിൽറ്റ് പൊടി മിന്നാട്ടുണ്ട്. മനസ്സിലായി. ഇന്ന് ശരിക്കും തന്നെ വെയിലത്ത് ഇങ്ങനെ നോക്കുമ്പോ വേറെ കളറാവും. നല്ല ഒരു മൾട്ടി ഇതാണ്, മൾട്ടി കളറാണ്. അതെ, മനസ്സിലായി. പിന്നെ വണ്ടി വേറെ റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 4 പുത്തൻ ടയർ ഉണ്ട്. 4 കടും പുത്തൻ ടയറാണ്. സ്റ്റെപ്പിനും 5 കടും പുത്തൻ ടയറാണ് കേട്ടോ. ഒന്നും നോക്കാനില്ല. അടിച്ചാ ഓടാ, ഒന്നും ചെലവില്ല, ഒന്നും നോക്കാനില്ല. എത്ര ചോദ്യം? നമുക്ക് 1.15 കൊടുക്കാം. 1.15 2008 മോഡലാണ്. വണ്ടി ഒരു 10 ലിറ്റർ എണ്ണയും കൊടുക്കാം. 10 ലിറ്റർ എണ്ണ തരും. പിന്നെ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അതെ, ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി. നമ്മള് പണ്ട് വിളിച്ചിട്ട് കുട്ടി ഇന്നോവയാണ്. ഒരു കുട്ടി ഇന്നോവ. അതെ അതെ, ഇന്നോവന്റെ ഷേപ്പാണത്. അതെ അതെ, ഇന്നോവൻ ചെറുതാക്കിയാൽ മതി. അതെ, ഇതിനെ പറ്റി അറിയുന്നവർക്ക് ഇതിനറിയുന്നവർക്ക് അറിയുന്ന ആൾക്കാർ ഉപയോഗിച്ച ആൾക്കാർ പിന്നെ നല്ല പെട്രോൾ വണ്ടി. നമുക്ക് ഈ ചെക്കന്മാരെ ഹരമായിട്ട് മാറിയ രോമാഞ്ചം വണ്ടി, ആനന്ദം വണ്ടി. അതായത് ഇത് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താലില്ലേ നല്ല പ്രാന്തനാവും. വണ്ടിയാണ് VXI MPFI. കാർപെറ്റർ അല്ല. അതെ അതെ അതെ. ഓക്കെ, വണ്ടി മോഡൽ വരുന്നത് 2006 മോഡൽ. 27 വരെ പേപ്പർ. ഓക്കെ, 7 വരെ പേപ്പർ ഉണ്ടല്ലേ. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ എന്ന് ഒരു വീട്ടിലെ രണ്ടാളായതാണ്. അതെ അതെ, സിംഗിൾ ഓണർ വണ്ടി മാതിരി തന്നെ. ഓക്കെ, ഇത്രയും പഴയ വണ്ടി രണ്ടാമത്തെ ഓണർ എന്ന് പറയുമ്പോൾ പേരിലാണ് വണ്ടി. വണ്ടി 34 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ഓട്ടാണ്. വണ്ടിയൊക്കെ 2 ലക്ഷം ഓടിയിട്ടുണ്ടാവും. ഇത് ജെന്യൂൻ ഓട്ടാണ്. അതെ, നല്ല വൃത്തി ഉണ്ടല്ലോ. വണ്ടി കാണാൻ ഉള്ളിൽ പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കട്ടയുള്ള ടയറാണ്. കട്ടയല്ല, 4 ടയറും പുത്തൻ ടയറാ. 4 പുത്തനാണ്. ഓക്കെ, നല്ല കടും പുത്തൻ ടയറാണ്. വണ്ടി നല്ല നീറ്റ് അല്ലേ? മിയാണ്. ഓക്കെ, ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാം. പിന്നെ ഇതിനും തന്നെ ഉള്ളത് ഈ ക്രാക്ക്, ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട്. ആ ഒരു മെയിൻ ഗ്ലാസ് ഉണ്ട്. ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ്. ഒറിജിനൽ ഗ്ലാസ്, ഒരു റീപ്ലേസ് ഇല്ല. അത് ഇഷ്ടമായി കിട്ടാണ്ട്. ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോളാം. നല്ലത്. അല്ലാതെ ഇപ്പൊ ഓടാൻ വെള്ളം ഉള്ളിൽ. ഇത് എത്ര ചോദിക്കണം നിങ്ങൾ? ഇത് നമ്മൾ 75 രൂപ 75 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറയും. വില ഹുണ്ടായിന്റെ i10 i10 ഗ്രാൻഡ് മാഗ്ന. ഓക്കെ, മാഗ്ന പ്ലസ് അല്ല, മാഗ്ന. ഓക്കെ, മോഡൽ 2014. ഓക്കെ, പിന്നെ തേർഡ് ഓണർ 85 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. വണ്ടി കാണാൻ വൃത്തിയുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു വൃത്തിയാക്കൽ ചെറുതായിട്ട് 5 രൂപ വൃത്തിയാക്കൽ. അത് വിലക്കാണ് കൊടുക്കണേ. ഇഞ്ചിന് പരമായിട്ടല്ല, ഒരു ബോഡിന്റെ അല്ല 5 രൂപ പറഞ്ഞു. അതെ അതെ, ഈ ചെറിയ വൃത്തിയാക്കൽ അതെ അതെ, അത് പോളിസി കാര്യങ്ങൾ ചെയ്താൽ 5 രൂപ പണിയുണ്ട്. അതെ,
പിന്നെ വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഒരു കുഴപ്പമില്ല. ഇതെത്ര ചോദ്യം? ഇത് നമുക്ക് 2:30 കൊടുക്കാം. 2:30 കൊടുക്കാം. 2014 മോഡൽ ഐറ്റം ഗ്രാൻഡ് മാഗ്ന ആണ് ചോദിക്കുന്നത്. ചെറുതായിട്ട് ചെയ്തും കൊടുക്കാം. ഓക്കെ, 2:30 ചോദിക്കുന്നെങ്കിലും എന്തെങ്കിലും കമ്മിയാക്കി തരും. പിന്നെ പെട്രോൾ ഓഫർ ഉള്ളതാണ്. അതെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. റീഡ്സ് കാർ നമുക്ക് നോക്കാം. ഇത് വണ്ടി പെട്രോൾ VXI പെട്രോൾ ആണ്. VXI ആണ്. 2029 വരെ പേപ്പർ. VXI ഓപ്ഷൻ. മോഡൽ എത്ര? മോഡൽ 2009. 2009 മോഡലാണ്. കഴിഞ്ഞ വണ്ടിയാണ്. റിന്യൂവൽ കഴിഞ്ഞു. 2029 വരെ വണ്ടി എന്ത് പാടിക്കാം? വണ്ടി അടിപൊളി വണ്ടിയാണ്. ടയറുണ്ട്. ഓക്കെ, 4 പുതിയ ടയറാണ്. ഇതിപ്പോ പറഞ്ഞാൽ ശരിക്കും തന്നെ നഷ്ടക്കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് 2.4 വില വരണം. 2.4 വില വരും. കാരണം ഇത് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന ഈ RC ഓണർ കിട്ടാഞ്ഞിട്ട് റിന്യൂവൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ റിന്യൂവൽ ഒക്കെ തെറ്റി 10 രൂപ ചെലവായി RC ഓണർ കിട്ടി. RC ഓണർ വന്ന് അതൊക്കെ കിട്ടി. ഇപ്പൊ നിങ്ങൾ ആ പൈസ നിങ്ങൾ തന്നെ ചെലവിട്ട് ആ പൈസ ഒക്കെ മുടക്കി. ഇപ്പൊ എങ്ങനെ വിറ്റാലും നമുക്ക് ഇത് മുടക്കിയ കാര്യം കിട്ടൂല. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് ഇതിന്റെ റിന്യൂവൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒരു 10 കൊല്ലത്തിന് അല്ല 5 കൊല്ലത്തിന് ഒന്ന് നോക്കാം. 5 കൊല്ലത്തിന് ടയർ നോക്കണ്ട. എണ്ണടിച്ച ഓടാ ടയറും ഉണ്ട്. പിന്നെ നമുക്ക് പേർക്ക് മാറി കൊടുക്കാം. അതെ, ചോദിച്ചത് എത്ര? 2.4 വില. അത് ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ട. 1.25 കൊടുത്തരാം. 1.25. ഓക്കെ. വെറും ഒരു മോഡൽ ഇപ്പൊ അങ്ങനെ തന്നെ കിട്ടുള്ളൂ. നമ്മള് ചെലവഴിച്ചിട്ട് ആൾക്കാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ചില വണ്ടി നഷ്ടത്തിനും കൊടുക്കേണ്ടി വരും. അതെ, കാരണം വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതെ, മൂപ്പർക്ക് ചെലവായ പൈസ ആണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു റേറ്റ് ഇപ്പൊ എന്തായാലും കിട്ടൂല. നമ്മളിപ്പോ 10 ഡീസൽ വണ്ടി 2 രൂപ പെട്രോൾ വണ്ടി കിട്ടില്ല. ഇപ്പൊ മാക്സിമം നിങ്ങൾക്ക് 1.75 കിട്ടണം. കിട്ടണം. 1.75 കിട്ടിയാലും ഒരു 38 രൂപ നഷ്ടമാണ്. നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ വേണമെങ്കിലും വിളിച്ചോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് വണ്ടി നോക്കാം. പിന്നെ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സലാം ഖാൻ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവർ 2-3 നമ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും നമ്പറിൽ വീടിന്റെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വിളിച്ചാൽ മതി. വിളിച്ച് ചോദിച്ചാൽ ഇവർ ഒക്കെ സെറ്റ് ആക്കി തരും. പിന്നെ ഇത് കറക്റ്റ് ഒന്ന് ലൊക്കേഷന് അത് ഇൻട്രോയിൽ ഞാൻ ഒന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ഇത് ലൊക്കേഷൻ വരുന്നത് വെന്നിയൂർ എന്ന് പറയും. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വെന്നിയൂർ. ഇപ്പൊ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അറിയപ്പെടുന്ന സ്ഥലം കോട്ടക്കൽ. ഇവിടെ 6 കിലോമീറ്റർ ഉള്ളൂ. കോട്ടക്കൽ സ്ഥലം. വെന്നിയൂർ ഇപ്പൊ അറിയാത്ത ആളുണ്ടാവില്ല. എന്നാലും അറിയാൻ നമ്മൾ ലൊക്കേഷൻ വിട്ടു കൊടുക്കും. വാട്സപ്പിൽ നമ്മളെ ലൊക്കേഷൻ ഉണ്ടാവും. അടുത്ത് തന്നെ തിരുവനങ്ങാടി ഒമ്പറപ്പള്ളി അതൊക്കെ ഇതെങ്ങപ്പുറത്ത് താനൂർ റെയിൽവേ സ്റ്റേഷന്. താനൂരിന് 6 കിലോമീറ്റർ ഉള്ളൂ. തിരൂരിന് 11 കിലോമീറ്റർ ഉള്ളൂ. കോട്ടയ്ക്ക് 6 കിലോമീറ്റർ ഉള്ളൂ. തിരുവനങ്ങാടി 3 കിലോമീറ്റർ ഉള്ളൂ. എല്ലാത്തിന്റെ ഒരു നടുവിലായിട്ട് വരുന്നത്. അതായത് ഇപ്പൊ നമ്മളെ മെയിൻ റോഡ് ഉണ്ടല്ലോ, ഹൈവേന്ന് വെന്നൂരാണ് കിട്ടുന്നത്. അതായത് കക്കാട് കഴിഞ്ഞ് കോഴിക്കോടിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കക്കാട് കഴിഞ്ഞിട്ടാണ് ഈ വെന്നൂർ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പിന്നെ കോയിച്ചന അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഈ വെന്നൂരിന് ഒരു അതായത് തെയ്യാല എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. തെയ്യാല റോഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ ഉണ്ടാവില്ല. 1 കിലോമീറ്റർ ഉണ്ടാവില്ല. ഒന്നിന്റെ ഉള്ളിൽ ഈ റോഡിൽ വരുമ്പോ തന്നെ നിങ്ങൾക്ക് യാർഡ് കാണും. ഇവിടെ വലിയൊരു യാർഡാണ്. ഏകദേശം കുറെ വണ്ടികളൊക്കെ സ്റ്റോക്കുള്ള യാർഡാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടേക്കാ? ഇല്ല, ഒന്നും പറയാനില്ല. നമ്മളെ ഇതൊന്നും നോക്കാം. അപ്പൊ ഇതൊന്നും നോക്കാം. ഇത് ഒരു പിക്കപ്പ്, അതായത് മാക്സി ട്രക്ക്. ഇപ്പൊ കാറ് നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ വന്നതാണ് ക്ലിക്ക് അടിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ വണ്ടി ആരെങ്കിലും നിങ്ങളെ അറിവില് ഫ്രണ്ട്സോ ഐഡിയ ഇല്ലാത്ത വണ്ടിയാണ്. നമ്മളൊരു വേണ്ടപ്പെട്ട എന്റെ അനിയന്റെ വണ്ടിയാണ്. അനിയൻ ഗൾഫിൽ പോയി. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഐഡിയ ഇല്ല. നിങ്ങൾ ഇത് കാറായതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ വെച്ചിട്ട് ഒരാഴ്ചയായി. അതെ, ഇത് വെച്ചിട്ട് പോയതാണ്. അപ്പൊ ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ടൗൺ തന്നെയാണ് അതിന്റെ RC ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ വലിയ ബോഡി, നീണ്ട ബോഡിയാണ്. ഹൈടെക് ബോഡിയാണ്. ഇത് 1 ഓടിയിട്ടുള്ളൂ. പിന്നെ ഇനി ഇതിന്റെ ടാക്സും മറ്റേ ഇതിനൊരു കൊല്ലം ടാക്സ് ആണ്. ഇത് കൊല്ലം ശ്യാമനദി ഒക്കെ ഉള്ള അതാണ്. അതിന് 2 മാസം കൂടി ഉണ്ട്. അതിന് തെറ്റിയാലും നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് ഈ വണ്ടിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ ഇത് നമുക്ക് 3.25 ഫൈനൽ കൊടുക്കാം. 3.25 3.25 4.5 ഒക്കെ വില ഉണ്ടായാലും വിൽക്കലാണ് ആവശ്യം. 2018 മോഡൽ. എത്ര ഓടി വണ്ടി? 1.20 എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളില്ല? ഒന്നുമില്ല. ടൈറ്റും ബ്രേക്ക് എടുത്താണ്ട് അതൊക്കെ പോയതാണ്. 2018 മോഡലാണ്. 3.25 ചോദിക്കുന്നത്. 3.25 ചോദിക്കാൻ 3.25 കിട്ടണം. 3.25 കിട്ടണം. ഞങ്ങൾ 4 രൂപ കാലകാലൊക്കെ വിൽക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ ഇപ്പൊ വലിയ ടൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ 3.25 കൊടുത്താൽ. അപ്പോ ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോ, വിളിച്ചാൽ മതി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഗുഡ് ബൈ. ബൈ. സലാം. ഓക്കെ.